അച്ഛന്റെ കൂടെ കാവിലേക്ക് പോവാനുള്ള ഒരുക്കാട്ടോ കാണുന്നത്. പിന്നെ സുന്ദരനാവാതെ എങ്ങനെയാല്ലേ? ഇന്ന് ശാലേട്ടന്റെ കാവിലെ ഉത്സവാട്ടോ. ഞങ്ങളെ വീടിന്റെ അടുത്ത് തന്നെയാണ് ശാലേട്ടന്റെ കാവുള്ളത്. അധികം ദൂരമൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് പോയി വരാം. ശ്രീ അനിലോറ ഭഗവതി ക്ഷേത്രം ഇതാട്ടോ. ഇവിടെ മാർച്ച് 8-നാട്ടോ ഉത്സവം വരുന്നത്. ഇത് ഉത്സവം കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായി. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി. അക്കുവിനെയും കൂട്ടിയിട്ടുള്ള ഉത്സവം കാണലൊന്നും നടക്കില്ല കേട്ടോ. അക്കുവിന് ഇങ്ങനെ ചെണ്ടേന്റെ സൗണ്ട്, അതുപോലെ വലിയ സൗണ്ടുകളൊക്കെ അക്കുവിന് ഭയങ്കര ഇറിറ്റേഷൻ ആണ്. അതേസമയം അവന് അപസ്മാരം വരാനുള്ള സാധ്യതയും കൂടുതലാണ്. യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ അക്കുവിന് ഇടയ്ക്കിടയ്ക്ക് അപസ്മാരം വരുന്നോണ്ടേ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണമല്ലോ. അച്ഛനും മോനും തൊഴുത് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് നാമജപം കേൾക്കുക കേട്ടോ. അക്കുവിനെ അധികം പുറത്തൊന്നും കാണാത്തോണ്ടേ ചേച്ചിമാരൊക്കെ വന്ന് അക്കുവിനെ വിളിക്കുക, അക്കുവിനോട് വിശേഷം ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അക്കു അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ അക്കുവിനെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കണം. അവിടെ അച്ഛനും അമ്മയും ഉള്ളതുകൊണ്ട് അവർ നോക്കിക്കോളും. എന്നാൽ പിന്നെ എനിക്ക് ഇവിടെ ഇരുന്ന് തിറ കാണാം. അച്ഛനും മോനും നടന്നു കുഴങ്ങി കേട്ടോ. അക്കുവിനെ എടുത്ത് നടക്കുക എന്ന് വെച്ചാൽ കുറച്ച് ടാസ്ക്കുള്ള പണിയാണ്. അക്കു ഇന്ന് നേരത്തെ എണീച്ചോണ്ട് അക്കുവിന് നല്ല ഉറക്കം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് തിറ കണ്ടാലോ.